ഈ ഞാലിയത്ത് തരിയൻ എന്ന് പറയുന്ന കള്ളപ്പുരോഹിതനെ പോലെ ഇത്ര നികൃഷ്ടനായ ഒരു പുരോഹിതനെ നമുക്ക് കാണാൻ പറ്റില്ല. ഇത് ഈ നമ്മളുടെ അതിരൂപതയിൽ എന്നല്ല, ഈ നമ്മുടെ സീറോ മലബാർ സഭയിൽ പോലും അദ്ദേഹം ഇപ്പോൾ സ്വയം ചമഞ്ഞുകൊണ്ട് നടക്കുന്നത് എറണാകുളം സെൻറ്റ് മേരീസ് ബസിലിക്കയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ്. എന്താണ് ഈ അഡ്മിനിസ്ട്രേറ്റർ എന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഓരോ ഇടവക ദേവാലയത്തിലും സാധാരണ ഉണ്ടാകാറുള്ളത് ഒരു വികാരിയാണ്, ആ പാരിഷിൻ്റെ ആ ഇടവകയുടെ തലവനായിട്ട്. കേരളത്തിൽ സീറോ മലബാറിൽ എത്ര രൂപതകളിൽ വൈദികർക്ക് മുകളിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ വെച്ചിട്ടുണ്ട്? ഒരിടത്തുമുണ്ടോ? ഇല്ല. അപ്പോൾ എറണാകുളത്ത് ഇങ്ങനെ വികാരികളുടെ മുകളിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററെ സ്ഥാപിക്കുന്നത്, അതിൻ്റെ പിന്നിൽ എന്താണ്? നിലവിലെ വികാരിമാരെ നിർവീര്യരാക്കുക, അവരെ തുറന്നു പറഞ്ഞാൽ വന്ധ്യംകരിക്കുക, അത് മാത്രമേ ഉള്ളൂ. ശരിയാണ്, പുത്തൂർ അദ്ദേഹത്തെ നിയമിച്ചു ഇങ്ങനെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിട്ട്. നിയമിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റർ ആയില്ല. കാരണം ഒന്ന്, ഈ അഡ്മിനിസ്ട്രേറ്ററായിട്ട് അദ്ദേഹത്തെ ഉയർത്തിയത് തന്നെ നിയമസാധുതയില്ലാതെയാണ്. കാരണം അങ്ങനെ ഒന്നും നമ്മുടെ സഭയിലില്ല. ഒരു വികാരിക്ക് മുകളിൽ ഒരു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ നിയമിക്കുക എന്നുള്ള ചട്ടം, അങ്ങനെ ഒരു പാരമ്പര്യം നമുക്കില്ല. അതിൻ്റെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമ്മുടെ വൈദികരെ പവർലെസ് ആക്കുക, അവരെ ദുർബലരാക്കുക, അവരെ ഇറലവൻ്റ് ആക്കുക. പക്ഷെ അദ്ദേഹത്തിൽ നിന്ന് മാത്രമല്ല, മറ്റ് 3 പള്ളികളിലും ഇങ്ങനെ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ചിട്ടുണ്ട് പുത്തൂർ. അവിടെ ഒന്നും അവർക്ക് സ്ഥാനം ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അതാണ് സത്യം. പക്ഷേ ഇദ്ദേഹം നടിച്ചുകൊണ്ട് കിടക്കുന്നത് ഇദ്ദേഹം വലിയ ആളാണെന്നാണ്. ഇപ്പോൾ തന്നെ ഈ ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസം 26-ാം തീയതി നമ്മുടെ ബസിലിക്ക ദേവാലയത്തിൽ എന്തൊക്കെ നാടകങ്ങളാണ് നടന്നത്. അവിടുത്തെ വികാരി തൽക്കാലം നമ്മുടെ ഫാദർ മണവാളൻ അച്ഛൻ. അദ്ദേഹം ഒരിടത്തും പോയിട്ടില്ല, അദ്ദേഹം പള്ളിയിൽ തന്നെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അധികാരം പോയിട്ടില്ല. പ്രത്യേകിച്ചും സ്റ്റാറ്റസ് കോ തുടരണമെന്ന്, അതായത് തൽസ്ഥിതി തുടരണമെന്ന് കോടതി പ്രഖ്യാപിച്ചിരിക്കുന്ന സമയം തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയാണ് ഒഫീഷ്യൽ വികാരി. എന്നാൽ ഈ ക്രിസ്മസിൻ്റെ പിറ്റേന്ന്, അതായത് 26-ാം തീയതി നമ്മുടെ ഈ ബസിലിക്കയിൽ എന്തൊക്കെ തമാശകളും എന്തൊക്കെ നാടകങ്ങളുമാണ് അരങ്ങേറിയത്. അവിടെ അന്നൊരു മാമോദീസ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു മനസ്സമ്മതം ഉണ്ടായിരുന്നു. അപ്പോൾ മനസ്സമ്മതത്തിന് ഈ മണവാളൻ അച്ഛൻ ഒഫീഷ്യലി വിളിച്ചത് ബഹുമാനപ്പെട്ട പാറേക്കാട്ടിൽ അച്ഛനെയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ ഞാലിയത്ത് വിവരമില്ലാത്ത ഭോഷൻ അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഞാലിയത്തിനെ തടഞ്ഞാണല്ലോ പാറേക്കാട്ടിൻ്റെ മുഖം കണ്ടപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ കുരുപൊട്ടി. അദ്ദേഹം ഉടനെ ഫോൺ വിളിച്ച് അദ്ദേഹത്തിൻ്റെ 2 വാടക ഗുണ്ടകൾ വിളിച്ചു. അവർ വന്നിട്ട് എന്താ ചെയ്ത്? അവർ വന്നിട്ട് അച്ഛനെ പരത്തെറി. അത് നമ്മുടെ പാറേക്കാട്ടിൽ അച്ഛനെ തെറി. അഭിഷേകം എന്ന് പറഞ്ഞാൽ മനുഷ്യന് കേൾക്കാൻ കൊള്ളാത്ത തെറി, ആണുങ്ങൾക്ക് പോലും കേൾക്കാൻ കൊള്ളാത്ത തെറി. അതുപോലത്തെ പുളിച്ച തെറി മാത്രം. ഈ തെറി പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇദ്ദേഹം ഈ 2 പേരെ വിളിച്ചു കൊണ്ടുവന്നത്. എങ്ങനെ നമ്മുടെ മനുഷ്യരിതൊക്കെ കേട്ടുകൊണ്ടിരുന്നു എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട് നമ്മുടെ ഇടവകയിലെ ജനങ്ങളൊന്നും റിയാക്ട് ചെയ്തില്ല? ഇവർ 1-2 ഗുണ്ടകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരെ ശരിക്ക് ഒരു കൈപ്രയോഗം നടത്തി, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർ പറയുന്ന പോലെ ഒരു കൈവയ്പ് ശുശ്രൂഷ നടത്തി അങ്ങ് വിട്ടിരുന്നു എന്ന് വരികിൽ ഇവരെ കൊണ്ട് ഭാവിയിൽ ശല്യം കുറഞ്ഞിരുന്നേനെ. എന്തുകൊണ്ട് അതിന് നമ്മുടെ ജനങ്ങൾ മുതിരുന്നില്ല? ഇവരിങ്ങനെ തലയിൽ കയറി ചെവി തിന്നുന്നൊരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ് ഈ വാടക ഗുണ്ടകൾ. അപ്പോൾ ഈ ഗുണ്ടകൾക്കും അതുപോലെ തന്നെ ഈ സ്ഥാനക്കൊതിയന്മാരായിട്ടുള്ള ചില അച്ഛന്മാർക്കും ആവശ്യം വേണ്ട ഒരു കൈവയ്പ് ശുശ്രൂഷയാണ്. അതിന് നമ്മുടെ ആൾക്കാർ മുമ്പോട്ട് വരണം, ധൈര്യമായിട്ട് മുമ്പോട്ട് വരണം. അങ്ങനെ ഒരു താങ്ങ് ശരിക്ക് കിട്ടിയാൽ, കൈവയ്പ് ശുശ്രൂഷ കിട്ടിയാൽ, പിന്നെ ഈ കൂലി ഗുണ്ടകൾ ഇതുപോലത്തെ പരിപാടിക്ക് വരില്ല. മാത്രമല്ല ഈ അച്ഛന്മാരും പാഠം പഠിക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 6 ലക്ഷത്തിലധികം വിശ്വാസികളുണ്ട്. അപ്പോൾ ഈ 6 ലക്ഷം പേരിൽ 1 ലക്ഷം പേര് തന്നെയെങ്കിലും ആണുങ്ങളില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. തൻ്റെ ഇടവും ആരോഗ്യവും ഉള്ള ചെറുപ്പക്കാർ. അവർക്ക് ഇതുപോലുള്ള ഗുണ്ടകളൊന്നും നിലയ്ക്ക് നിർത്താനായിട്ടുള്ള കഴിവ് അവർക്കില്ലേ? നിങ്ങൾക്ക് എന്താണ് ഇത്ര ഭയം? അതുകൊണ്ട് നമ്മൾ ഈ ബസിലിക്കയിലെ ജനങ്ങളുടെ കാര്യം മാത്രമല്ല, നമ്മളുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മിക്കവാറും ഇടവകളിലെ ചെറുപ്പക്കാർ ഒരു 2 കിലോ നട്ടെല്ല് ആമസോണിലോ അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ കശാപ്പശാലയിലോ പോയി വാങ്ങണമെന്നുള്ളതാണ്. നട്ടെല്ല് വാങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു വെരി മച്ച്.